യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജേർ അറസ്റ്റിലായ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പി കെ ബുജേർ. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യം ജാമ്യാപേക്ഷ വന്നു. അവിടെ നിന്ന് ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് കോഴിക്കോട് ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. അത് 2 തവണയായി പരിഗണനയ്ക്ക് എടുത്തിട്ട് ജാമ്യാപേക്ഷയിൽ വിധി മാറ്റിവെക്കുകയായിരുന്നു കോഴിക്കോട് ജില്ലാ കോടതി. അപ്പോൾ ഇന്ന് വീണ്ടും ജാമ്യാപേക്ഷയിൽ വിധി വരികയാണ്. ഏത് രീതിയിലായിരിക്കും കോടതി ഈ കാര്യത്തെ പരിഗണിക്കുക, നോക്കിക്കാണുക എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ചേതൻ സാജൻ കോഴിക്കോട് നിന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നു. ചേതൻ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു 2-3 തവണയായി ഇപ്പോൾ ജാമ്യ ഹർജി പരിഗണിക്കുന്നു, നീട്ടിവെക്കുകയാണ് വിധി പറയുന്നതിൽ നിന്ന്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇന്ന് വിധി വരിക? കാരണം കൃത്യമായിട്ടുള്ള തെളിവുകളുള്ള കേസാണ്, നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, ജാമ്യം ലഭിക്കാൻ വകുപ്പുകൾ സാധ്യത തീരെയില്ലാത്ത വകുപ്പുകളാണ് പി കെ ബുജേറിനെതിരെ ചേർത്തപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത് ലഹരി ഇടപാട്, പോലീസുമായി സഹകരിക്കുന്നില്ല, മൊഴിയെടുപ്പിൽ സഹകരിക്കുന്നില്ല, ചോദ്യം ചെയ്യൽ സഹകരിക്കുന്നില്ല, ബുജേറിൻ്റെ ഫോൺ ലോക്ക് തീർത്ത് അത് പോലീസിന് കാണിച്ചു കൊടുക്കാൻ ബുജേർ തയ്യാറാകുന്നില്ല. ഒരവസരത്തിലും ലഹരി ഇടപാടുമായി നേരിട്ട് ബന്ധം പി കെ ബുജേറിനുണ്ട് എന്ന കണ്ടെത്തലിൽ തന്നെയാണ് പോലീസ് ബുജേറിലേക്ക് എത്തിയത്. അപ്പോൾ ഇന്ന് ജാമ്യാപേക്ഷ വീണ്ടും കോഴിക്കോട് കോടതി പരിഗണിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിൽ വരും? ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യത? തീർച്ചയായും വിനിഷ, ഈ ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിലാണ് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിൻ്റെ സഹോദരൻ പി കെ ബുജേറിൻ്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് കോഴിക്കോട് ജില്ലാ കോടതി വിധി പറയുക. മുമ്പ് ഇത് സംബന്ധിച്ച് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് മേൽക്കോടതിയായ കോഴിക്കോട് ജില്ലാ കോടതിയെ പി കെ ബുജേർ സമീപിച്ചത്. 2 തവണ മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ ഈ ജാമ്യ ഹർജിയിൽ വിധി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ മാസം 2-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വൈകിട്ട് കോഴിക്കോട് ചൂലാംവയലിൽ വെച്ച് ലഹരി മരുന്ന് പരിശോധനയ്ക്കിടെയാണ് പി കെ ബുജേർ പിടിയിലാവുന്നത്. പിടിയിലായ ഉടനെ തന്നെ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ പോലീസുകാരെ ആക്രമിക്കുകയായിരുന്നു. CPI അജീഷിനെ മുഖത്തടിക്കുകയും നെഞ്ചത്ത് ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്ത കേസിലാണ് പി കെ ബുജേർ അറസ്റ്റിലാവുന്നത്. അതുമാത്രമല്ല, ഇയാളുടെ പക്കലിൽ നിന്ന് ഈ ലഹരി ഉപകരണങ്ങളും മറ്റും പോലീസ് പിടികൂടിയിട്ടുണ്ട്. പോലീസ് ഈ കേസിൽ ആദ്യമേ വ്യക്തമാക്കിയതാണ് ഈ ലഹരി ഇടപാടുമായി സംബന്ധിച്ച പരിശോധനയിലാണ് ഇയാൾ പിടിയിലാവുന്നത്. ഇതെങ്ങനെ എത്തി എന്ന് പറഞ്ഞാൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് മുമ്പ് നാർക്കോട്ടിക്സ് കേസിൽ പ്രതിയായ റിയാസ് പിടിയിലാവുന്നു. ഈ റിയാസിൻ്റെ കുറ്റസമ്മത മൊഴിയിൽ നിന്നാണ് പി കെ ബുജേറിലേക്ക് അന്വേഷണം എത്തുന്നത്. മാത്രമല്ല, റിയാസിൻ്റെ ഫോൺ ചാറ്റുകളിൽ നിന്ന് ചില തെളിവുകൾ, ഈ പി കെ ബുജേറുമായിട്ടുള്ള വാട്സാപ്പ് ചാറ്റിലെ ചില തെളിവുകളും പോലീസ് ലഭിച്ചു. ഇതേ തുടർന്നാണ് പി കെ ബുജേറിലേക്ക് അന്വേഷണം എത്തുകയും ഈ ബുജേറിനെ പിടികൂടാൻ വേണ്ടി പോലീസുകാർ ചൂലാംവയൽ ബസ് സ്റ്റോപ്പിന് സമീപം നിലയുറയ്ക്കുകയും വൈകിട്ട് അയാൾ അവിടെ വരുന്നുണ്ടെന്ന് രഹസ്യ വിവരം തുടർന്ന് പരിശോധിക്കാൻ ചെന്നതും ഇതിൽ പ്രകോപിതനായി പി കെ ബുജേർ പോലീസിനെ അതിക്രൂരമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും. ഇത് മാത്രമല്ല, ഈ കേസ് ഇയാളെ പിടിയിലായതിനു ശേഷം ഇയാൾ പോലീസ് അന്വേഷണവുമായി യാതൊരു രീതിയിലും സഹകരിക്കുന്നില്ല. കാരണം ഈ കേസിലെ നിർണായക തെളിവാണ് ഈ പി കെ ബുജേറിൻ്റെ ഫോൺ. ഈ പി കെ ഫോൺ ഉപയോഗിച്ചാണ് ഇയാൾ ലഹരി ഇടപാട് നടത്തിയതെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. സ്വാഭാവികമായും ഫോണിൻ്റെ ലോക്കൊക്കെ തുറക്കേണ്ടതുണ്ട്. പക്ഷേ പ്രതി പി കെ ബുജേർ ഈ ഫോൺ തുറക്കാൻ അനുവദിക്കുന്നില്ല. അതും ഈ കേസിൻ്റെ ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. ഈ പി കെ ബുജേർ കേസ് അന്വേഷണത്തിന് സഹകരിക്കാത്തത് അത് കൃത്യമായി പോലീസ് അന്വേഷണ സംഘം കോടതിയെ ധരിപ്പിക്കുകയും പിന്നീട് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇയാളുടെ ജാമ്യ ഹർജി തള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രധാനമായും എടുത്തു പറയാനുള്ളത്, ഈ പി കെ ബുജേറിനെ ന്യായീകരിക്കാൻ വേണ്ടി പി കെ ഫിറോസ് വാർത്താ സമ്മേളനമൊക്കെ നടത്തുകയുണ്ടായി. പി കെ ഫിറോസിൻ്റെ ആദ്യത്തെ വാദം, അതായത് തൻ്റെ സഹോദരനെതിരെ പോലീസ് ചുമത്തിയത് ലഹരി അല്ല, പോലീസിനെ ആക്രമിച്ച കേസാണ്. BNS 121(1), 132 വകുപ്പുകൾ. അതായത് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഈ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സം സൃഷ്ടിക്കുക, പോലീസിനെ ആക്രമിക്കുക തുടങ്ങിയ ജാമ്യമില്ലാ കുറ്റപ്രകാരമാണ് തൻ്റെ സഹോദരനെ അറസ്റ്റ് ചെയ്തത് എന്നാണ് പി കെ ഫിറോസിൻ്റെ പ്രധാന വാദം. പക്ഷേ അത് മുഖവിലക്കെടുക്കാമെങ്കിലും എങ്ങനെ പി കെ ബുജേറിലേക്ക് ഈ അന്വേഷണം എത്തിയെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ ചൂലാംവയൽ സ്വദേശിയായ റിയാസിൻ്റെ കുറ്റസമ്മത മൊഴിയിൽ നിന്നാണ് പി കെ ബുജേറിനെ
പി കെ ബുജേറിലേക്ക് അന്വേഷണം എത്തിയത്. അതൊരു റാൻഡം ചെക്കിംഗ് ആയിരുന്നില്ല. പോലീസ് ഈ കേസിൻ്റെ അന്വേഷിച്ച് ഇയാളെ പിടികൂടുകയായിരുന്നു. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പി കെ ഫിറോസ് പറഞ്ഞ മറ്റൊരു കള്ളം കൂടി പൊളിഞ്ഞു. അത് ഇതാണ്: മുമ്പ് അറസ്റ്റിലായ ഈ ചൂലാംവയൽ സ്വദേശി റിയാസ് CPIM-ന്റെ സജീവ പ്രവർത്തകനാണ്. ഈ റിയാസിനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കാൻ വേണ്ടി CPIM നേതാക്കൾ ഇടപെട്ടു എന്ന കാര്യമാണ്, എന്ന പച്ചക്കള്ളമാണ് ഈ പി കെ ഫിറോസ് പറഞ്ഞത്. അത് തീർത്തും തെറ്റാണെന്ന് പിന്നീട് വാർത്ത വന്നു. കുന്നമംഗലം ഏരിയ കമ്മിറ്റി അത് തീർത്തും നിഷേധിച്ചിട്ടുണ്ട്. ഈ പി കെ ബുജേറുമായി പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. ഇയാൾ പാർട്ടി പാർട്ടിയുടെ ഒരു കാര്യത്തിലും ഇയാൾ പങ്കാളിയല്ല എന്ന് അടിയുറച്ച് അവിടുത്തെ പാർട്ടി നേതൃത്വം, പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഈ പി കെ ഫിറോസിനെതിരെ ഉയരുന്ന ചോദ്യം, അതായത് തൻ്റെ സഹോദരൻ വർഷങ്ങളായി ഇത്തരം ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു, വിൽപ്പനയൊക്കെ ചെയ്തു എന്ന് പി കെ ഫിറോസിന് അറിയാമെങ്കിൽ എന്തുകൊണ്ട് ഒരു ഉത്തമ പൗരൻ അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തകൻ, നാടിനോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനായ പി കെ ഫിറോസ് എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല, ഈ സഹോദരനെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് മാറ്റിയില്ല എന്നാണ് പ്രധാനമായും ഉയരുന്ന പി കെ ഫിറോസിന് ഉയരുന്ന വിമർശനം. അതുമാത്രമല്ല, മുമ്പ് സമാനമായും ഇത്തരം കേസുകളിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ ബിനീഷ് കോടിയേരി അറസ്റ്റിലായ ഒരു സാഹചര്യത്തിൽ അന്ന് ബിനീഷ് കോടിയേരിയുടെ പിതാവ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടയാളാണ് പി കെ ഫിറോസ്. ഇതേ കാര്യം തനിക്കും ബാധകമല്ല. സമാനമായി തൻ്റെ സഹോദരൻ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ജയിലിൽ കഴിയുകയാണ്. എന്തുകൊണ്ട് യൂത്ത് ലീഗിൻ്റെ നേതൃസ്ഥാനം പി കെ ഫിറോസ് രാജിവെക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി, വിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് ഫെബ്രുവരി 28-ന് ഈ പി കെ ഫിറോസ് സമൂഹ മാധ്യമങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റ് വളരെ വൈറലാണ് ഈ അറസ്റ്റിന് ശേഷം. അതിങ്ങനെയാണ് പി കെ ഫിറോസ് അന്ന് എഴുതിയത്: എവിടെ നിന്നാണ് കേരളത്തിൽ ഇത്രയും അധികം മയക്കുമരുന്നുകൾ വരുന്നത്? മയക്കുമരുന്നിൻ്റെ വൻ ഒഴുക്ക് എന്തുകൊണ്ടാണ് തടയാൻ കഴിയാത്തത്? മയക്കുമരുന്ന് ലോബിയെ സഹായിക്കുന്നവർ കപ്പലിൽ തന്നെയല്ലേ ഉള്ളത്? പക്ഷേ ഈ കപ്പലിലല്ല, മറിച്ച് തൻ്റെ സ്വന്തം വീട്ടിലാണ് ഉള്ളതെന്നാണ് KT ജില്ലയിൽ MLA ഒക്കെ വാർത്താ സമ്മേളനം നടത്തി പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായും പറയേണ്ടത്, ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ വിനിഷ 3 ലീഗ് പ്രവർത്തകരല്ല, ലീഗ് നേതാക്കളാണ് ഈ കേസുമായി ഇത്തരം ലഹരി ഇടപാട് സംബന്ധിച്ച് അറസ്റ്റിലാവുന്നത്. അതിൽ ഒന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പി കെ ഫിറോസിൻ്റെ സഹോദരൻ, രണ്ടാമത്തത് കാസർഗോഡ് ദേലമ്പാടിയിലെ ലീഗ് നേതാവായ MK മസൂദിനെ മംഗലാപുരത്ത് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തത് 123 കിലോ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചതിനാണ്. ഇത് ദേലമ്പാടിയിലെ ലീഗിൻ്റെ സജീവ പ്രവർത്തകനും അടൂർ സഹകരണ ബാങ്ക് ഡയറക്ടറുമാണ് ലീഗ് നേതാവായ ഈ മസൂദ്. 123 കിലോ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചതിൽ പിടിയിലായ വ്യക്തിയാണ് ഈ ലീഗ് നേതാവായ മസൂദ്. അതുമാത്രമല്ല, ഈ മാരക ലഹരി മരുന്നായ MDMA വിൽപ്പന നടത്തിയ കേസിൽ യൂത്ത് ലീഗ് നേതാവായ സാദിഖ് അലി കൂമ്പാറ കാസർഗോഡ് ബേക്കൽ പോലീസിൻ്റെ പിടിയിൽ ആയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ലീഗ് പ്രതിരോധത്തിലാവുകയാണ്. ഇതിനെതിരായി ഒരക്ഷരം പോലും ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം ഉരിയാടുന്നില്ല എന്നതാണ് പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ടത്. ഏതായാലും ഇന്ന് കുന്നമംഗലം പോലീസ് കോഴിക്കോട് ജില്ലാ കോടതി ഈ കേസ് പരിഗണിക്കുകയാണ്. ഉച്ചയോടുകൂടി തന്നെ കോഴിക്കോട് ജില്ലാ കോടതി ഈ കേസ് പരിഗണിക്കുകയാണ്. ഉച്ചയോടുകൂടി തന്നെ ഈ പി കെ ബുജേറിൻ്റെ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നതായിരിക്കും. വിനിഷ.